പൊതു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മറിച്ച് ജനങ്ങൾ ഏത് പ്രതിസന്ധിയിലാകുമ്പോഴേക്കും നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെ ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനം താങ്ങും തണലായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിൻ്റെ ഒക്കെ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ വളർന്നു വരുന്നവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനമായാലും മറ്റുള്ള ഏത് പ്രവർത്തനങ്ങളായാലും ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ നമുക്കൊക്കെ നടത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് യൂത്ത് ലീഗിന്റെ തുരുത്തി ശാഖ ഇവിടെ സംഘടിപ്പിച്ചത്. തീർച്ചയായും 20ാമത്തെ മരുന്ന് വിതരണം എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള പ്രചോദനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും നമ്മൾ കൊടുക്കേണ്ടത്. കാരണം നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പ്രാധാന്യം കൽപ്പിക്കുമ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ, മാതൃകാപരമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കട്ടെ. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാനിന്ന് സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം കൗൺസിലറായി ഇവിടെ എത്തിയിരിക്കുകയാണ്. എനിക്ക് തെരഞ്ഞെടുപ്പിൽ നിങ്ങളിൽ നിന്ന് കിട്ടിയ ഒരുപാട് പ്രചോദനങ്ങളുണ്ട്. നിങ്ങളിൽ നിന്ന് കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വിജയത്തിന്റെ ഏറ്റവും വലിയ പങ്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ടീം വർക്കാണ്. അത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ യൂത്ത് ലീഗിന്റെയും MSFനെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ചെറിയ ആൾ പറയുന്നല്ലേ, അതൊന്നും മൈൻഡാക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ധാരണ പോലും നമ്മുടെ നേതാക്കന്മാർക്കില്ല. അതൊക്കെ കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് നേതാക്കന്മാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു വിജയം കൈവരിക്കാൻ നമുക്ക് സാധിച്ചത്. ഒരുപാട് അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സ്ഥാനാർത്ഥി ഇറക്കുമതി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയപ്പോഴൊക്കെ നമ്മളൊക്കെ ഒറ്റക്കെട്ടായി നേരിട്ടും അതിനുവേണ്ടി പ്രവർത്തിച്ചു ഏറ്റവും നല്ലൊരു വിജയം കൈവരിക്കാൻ നമുക്ക് സാധിച്ചു. അതിന് നമുക്ക് റബ്ബിനോട് ആദ്യം നമുക്ക് അൽഹംദുലില്ലാഹ് നമുക്ക് അതിനുള്ള നന്ദി നമുക്ക് അറിയിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളോട് എല്ലാവരോടും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും ഈ 5 വർഷം പൂർത്തിയാകുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണവും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാവണം. നമുക്ക് ഏത് പ്രശ്നങ്ങളുണ്ടായാലും എന്തുണ്ടായാലും അത് നേരിട്ട് കൊണ്ട് ഒറ്റക്കെട്ടായി കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് മാത്രമേ ചിലപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും വിധത്തിൽ ചെറിയ രീതിയിലുള്ള പോരായ്മകൾ ഉണ്ടാവാം. കാരണം നമ്മൾ ഒരു സ്ത്രീ എന്ന നിലയിൽ അല്ലെങ്കിൽ മറ്റുള്ള നിലയിലൊക്കെ ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് ആർക്കും ഏത് സമയത്തും നേരിട്ട് ഒന്നെങ്കിൽ ഫോൺ വിളിച്ച് പറയാം അല്ലെങ്കിൽ നേരിട്ട് എന്നോട് പറയാം. അത് തിരുത്താൻ ഞാൻ തയ്യാറാണ്. കാരണം തെറ്റാർക്കും സംഭവിക്കാം. അത് തിരുത്താനുള്ള ഒരു മനസ്സുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഇതിന് കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും മുഖവിലേക്ക് കൊടുത്തുകൊണ്ട് ഓരോ കാര്യത്തിലും നമ്മൾ ആത്മാർത്ഥമായ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ നമുക്ക് കഴിയും. അതിന് സാധിക്കും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 5 വർഷം ഒരുപാട് നേട്ടങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഒരുപാട് വികസന പദ്ധതികൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇനിയുള്ള കാലത്ത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തിനനുസരിച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരുപാട് വികസന പദ്ധതികൾ നമുക്ക് തയ്യാറാക്കണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണം, പിന്തുണ ഉണ്ടാവണം. നിങ്ങൾ കാര്യങ്ങൾ തുറന്നു പറയാൻ ആ രീതിയിൽ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ ചടങ്ങ് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഏറെ സന്തോഷത്തോടു കൂടി അല്ലാഹുവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ